ഹായ് എവ്രി വൺ വെൽക്കം ടു കെംഫോട്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന സെറ്റ് എക്സാമിൻ്റെ ജനുവരിയിലെ സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. നമ്മൾ ഓൾറെഡി 10 ക്വസ്റ്റ്യൻസ് പാർട്ട് 1 ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. So first question, the coordination compound NaPPH2 ET twice Br2 has zero magnetic moment. The geometry and the possible isomers are. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ജോമെട്രിയും ഐസോമേഴ്സും ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ സീറോ മാഗ്നറ്റിക് മൊമെൻ്റ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിക്കൽ വരുന്നത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. സോ ഇവിടെ നമുക്ക് 4 ലിഗാൻഡ്സ് ആണ് വരുന്നത്. സോ ഐദർ സ്ക്വയർ പ്ലാനർ ആയിരിക്കാം, അല്ലെങ്കിൽ ടെട്രാഹെഡ്രൽ ജോമെട്രി ആയിരിക്കാം വരാൻ പോകുന്നത്. പക്ഷേ ഇവിടെ സീറോ മാഗ്നറ്റിക് മൊമെൻ്റ് ആയതുകൊണ്ട് തന്നെ സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. സോ നമുക്ക് സ്ട്രക്ചർ വരുന്ന സമയത്ത് രണ്ട് രീതിയിൽ നമുക്ക് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. സോ ഇത് നമ്മുടെ സിസ് ഫോം ആണ്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസും വേണ്ടി വരക്കാൻ വേണ്ടി പറ്റും. സോ ഇത് നമ്മുടെ ട്രാൻസ് ആയിരിക്കും. സോ ഈ ഒരു ഐസോമറിസം റിലേറ്റഡ് ആയിട്ട് ടെട്രാഹെഡ്രൽ, ഒക്ടാഹെഡ്രൽ, സ്ക്വയർ പ്ലാനർ എല്ലാത്തിൻ്റെ ഐസോമേഴ്സ് എങ്ങനെ കാണാമെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ കിലേറ്റിംഗ് ലിഗാൻഡ്. നോട്ട് എ കിലേറ്റിംഗ് ലിഗാൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ കിലേറ്റിംഗ് ലിഗാൻഡ് എന്ന് പറയുന്നത് ഒരു പോളിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. പിന്നെ ഈ ഒരു ലിഗാൻഡ് എന്ന് പറയുന്നത് അവർ ലിഗാൻഡ് സ്വയം സൈക്ലിക് അല്ല, ദേ ആർ നോട്ട് സൈക്ലിക്, ബട്ട് ദേ ക്യാൻ ഫോം സൈക്ലിക് സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സൈക്ലിക് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. സൈക്ലിക് സ്ട്രക്ചേഴ്സ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കിലേറ്റ്സ് അല്ലെങ്കിൽ കിലേറ്റ് റിങ്സ് എന്നൊക്കെ പറയുന്നത്. സോ നമുക്ക് 1 by 1 നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്ലൈസിനേറ്റോ എന്ന് പറയുന്നത് NH2CH2COO- ലിഗാൻഡ് ആണ്. സോ ഈ ഒരു ലിഗാൻഡിൻ്റെ അകത്ത് ഈ നൈട്രജനും അതേപോലെ ഓക്സിജനും ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു കിലേറ്റിൻ ലിഗാൻഡ് ആണ്. നെക്സ്റ്റ് വരുന്നത് എത്തിലീൻ ഡയമീൻ ആണ്. എത്തിലീൻ ഡയമീൻ എന്ന് പറയുമ്പോൾ NH2CH2NH2. സോ ഇതിൻ്റെ അകത്ത് ഈ ഒരു രണ്ട് നൈട്രജൻസിനും ഡൊണേറ്റ് ചെയ്തിട്ട് ഒരു സൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതും ഒരു കിലേറ്റിൻ ലിഗാൻഡ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഓക്സലേറ്റോ ആണ്. ഓക്സലേറ്റോ എന്ന് പറയുന്നത് CO- അതേപോലെ C++O-. സോ ഈ ഒരു രണ്ട് ഓക്സിജൻസിനും ഡൊണേറ്റ് ചെയ്തിട്ട് സൈക്ലിക് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. സോ ഇതും ഒരു കിലേറ്റിംഗ് ലിഗാൻഡ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് തയോസൾഫേറ്റോ, അതായത് S2O3 2-. നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, O-. സോ ബട്ട് ഈ രണ്ട് ആറ്റംസ് വളരെ അടുത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒരു റിങ് ഫോർമേഷൻ പോസിബിൾ ആയി വരുന്നില്ല. സോ ഇത് നമുക്കൊരു കിലേറ്റിൻ ലിഗാൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ആർ അരോമാറ്റിക്. അരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട് പിക്ക് ചെയ്യാനാണ് പറയുന്നത്. സോ അരോമാറ്റിസിറ്റിൻ്റെ കണ്ടീഷൻസ് നമുക്കറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ സൈക്ലിക് ആയിരിക്കണം, ദെൻ പ്ലാനാർ ആയിരിക്കണം, കോൺജുഗേറ്റഡ് ആയിരിക്കണം, അതേപോലെ 4n+2 പൈ ഇലക്ട്രോൺസ് പ്രസന്റ് ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇൻവോൾവ് ആയിരിക്കുന്ന ആറ്റംസ് ഒക്കെയും sp2 ഹൈബ്രിഡൈസേഷനിലും വന്നിരിക്കണം, അല്ലെങ്കിൽ sp ഹൈബ്രിഡൈസേഷൻ. സോ നമുക്ക് 1 by 1 നോക്കാം. ഇവിടെ ഫസ്റ്റ് കോമ്പൗണ്ടിൻ്റെ അകത്ത് ഈ ഒരു ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണ്, സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്, 6 പൈ ഇലക്ട്രോൺസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. സോ ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് അരോമാറ്റിക് ആണ്. അടുത്തത് നമുക്ക് സൈക്ലോപെൻറ്റാഡൈനൈൽ ആനിയോൺ ആണ്. സോ ഇവിടെയും ഈ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ഡീലോക്കലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് 6 പൈ ഇലക്ട്രോൺസ് അവൈലബിൾ ആണ്. സോ നമുക്ക് ഈ ഒരു കോമ്പൗണ്ടും അരോമാറ്റിക് ആണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കോമ്പൗണ്ട് ആണ്. ഇതിൻ്റെ അകത്ത് ആക്ച്വലി 8 പൈ ഇലക്ട്രോൺസ് ആണ്. സോ 4n പൈ ഇലക്ട്രോൺ റൂൾ ആണ് ഒബേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ആൻറ്റി അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ട്രൊപ്പൈലിയം കാറ്റയോൺ ആണ്, സൈക്ലോ ഹെപ്റ്റാട്രൈനൈൽ കാറ്റയോൺ. സോ ഇവിടെ എല്ലാ കണ്ടീഷൻസും ഒബേ ചെയ്യുന്നുണ്ട്. നമുക്ക് കോൺജുഗേഷൻ പോസിബിൾ ആണ്, അതേപോലെ സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്, 4n+2 പൈ ഇലക്ട്രോൺസ് 6 പൈ ഇലക്ട്രോൺസ് ആണ് വരുന്നത്. സോ ഈ ഒരു കോമ്പൗണ്ടും അരോമാറ്റിക് ആണ്. നെക്സ്റ്റ് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് ആക്ച്വലി 10 പൈ ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹക്കൽ റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു രണ്ട് ഹൈഡ്രജൻസ് തമ്മിൽ റിപ്പൾഷൻ കാരണം ഇത് നോൺ പ്ലാനാറായി മാറും. അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് നോൺ അരോമാറ്റിക് ആയിരിക്കും. നെക്സ്റ്റ് ഈ ഒരു കോമ്പൗണ്ട്, ഇതിൻ്റെ അകത്ത് ഈ ഒരു ആറ്റം എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. സോ കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ അല്ലെങ്കിൽ കോൺജുഗേഷൻ പോസിബിൾ അല്ല. സോ ഇത് നമുക്ക് അരോമാറ്റിക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദെൻ ഫൈനലി ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് 2 പൈ ഇലക്ട്രോൺ ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. സോ സൈക്ലോപ്രൊപ്പീനൈൽ കാറ്റയോൺ ആണിത്. സോ ഈ ഒരു കോമ്പൗണ്ടും അരോമാറ്റിക് ആണ്. സോ ABDG
ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഈ അരോമാറ്റിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കോൺസെപ്റ്റ്സും കവർ ചെയ്തുകൊണ്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. നെക്സ്റ്റ് വൺ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദി സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റോൺ. കാർബോകാറ്റോണിന്റെ സ്റ്റെബിലിറ്റി ആണ് പറയേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കാർബോകാറ്റോണിന്റെ സ്റ്റെബിലിറ്റി നമ്മൾ പറയുന്ന സമയത്ത് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ റെസൊണൻസ് ഇഫക്റ്റ് ആണ്. അതായത് പ്ലസ് എം ഇഫക്റ്റ് എത്രമാത്രം കൂടുന്നോ അത്രയും സ്റ്റേബിൾ ആയിരിക്കും കാർബോകാറ്റോൺ. ദെൻ വരുന്നത് ഹൈപ്പർ കോൺജുഗേഷൻ ആണ്. ദെൻ ഫൈനലി ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ്. അതേപോലെ ഡീസ്റ്റെബിലൈസിങ് ആയിട്ട് വരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഡീസ്റ്റെബിലൈസിങ് ആവുന്നത് മൈനസ് എം ഇഫക്റ്റ് ആണ്. ദെൻ മൈനസ് എച്ച് ഇഫക്റ്റ്, ദെൻ ഫൈനലി മൈനസ് ഐ ഇഫക്റ്റ്. സോ ഈ ഒരു ഓർഡർ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ കാർബോകാറ്റോണിന്റെ അകത്തും പാരാ പൊസിഷനിലാണ് ഗ്രൂപ്പുകൾ വരുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് എളുപ്പമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആയിരിക്കും നമുക്ക് ഓർമ്മ വരിക. മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ്. ബട്ട് ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ് നമുക്ക് ഇവിടെ പോസിബിൾ ആണ്. സോ പ്ലസ് എച്ച് ഇഫക്റ്റും പ്ലസ് ഐ ഇഫക്റ്റും പോസിബിൾ ആണ്. ആൻഡ് ഇവിടെയാണെങ്കിൽ NO2 അതൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. സോ മൈനസ് എം ഇഫക്റ്റ് ആണ്. സോ ഹൈലി ഡീസ്റ്റെബിലൈസിങ് ആണ് വരുന്നത്. ദെൻ OCH3ക്ക് ഈ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ പ്ലസ് എം ഇഫക്റ്റ് ആണ് വരുന്നത്. ദെൻ ക്ലോറിൻ വരുന്ന സമയത്ത് നമുക്ക് ലോൺ പെയർസ് ഉണ്ടെങ്കിലും കൂടി ക്ലോറിൻ്റെ കേസിൽ നമ്മുടെ മൈനസ് ഐ ഇഫക്റ്റ് ആണ് പ്ലസ് എം ഇഫക്റ്റിനെക്കാളും കൂടുതൽ പ്രൊഡൗൺസ്ഡ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ക്ലോറിൻ മൈനസ് ഐ ഇഫക്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. സോ നമുക്ക് സ്റ്റെബിലിറ്റി ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് സ്റ്റെബിലിറ്റി വരുന്നത് ആർക്കായിരിക്കും, ഇവിടുത്തെ മൈനസ് എം കാണിക്കുന്ന ഈ ഒരു ഗ്രൂപ്പിനായിരിക്കും. സോ ബിക്കാണ് ഏറ്റവും കുറവ് സ്റ്റെബിലിറ്റി വരുന്നത്. ദെൻ മൈനസ് ഐ, സോ ഓപ്ഷൻ ഡി വരും. ദെൻ പ്ലസ് എച്ചും പ്ലസ് എമ്മും കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്ലസ് എമ്മിനാണ് കൂടുതൽ സ്റ്റെബിലിറ്റി കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. സോ എ വരും. ദെൻ ഫൈനലി സി വരും. സോ ബി ഡി എ സി, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഹൗ മെനി ഐസോമേഴ്സ് ആർ പോസിബിൾ ഫോർ ദ മൊളിക്കുലർ ഫോർമുല C4H8? സോ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. C4H8 എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഇതൊരു ആൽക്കീൻ്റെ ഫോർമുലയായിട്ട് റിസംബ്ലൻസ് ഉണ്ട്, CnHn. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആൽക്കീൻസ് ഒക്കെ ഫസ്റ്റ് വരച്ച് നോക്കാം. ആദ്യം തന്നെ നമുക്ക് 4 കാർബൺ വരുന്ന ആൽക്കീൻസ് വരക്കാം. സോ ഇതാണ് ഫസ്റ്റ് കേസിലുള്ള ആൽക്കീൻ എന്ന് പറയുന്നത്, ബ്യൂട്ട് 1E. അടുത്തതായിട്ട് നമുക്ക് ഡബിൾ ബോണ്ട് സെക്കൻഡ് കാർബണിലേക്ക് വരുന്ന വിധത്തിൽ വരക്കാം. സോ നമുക്ക് ബ്യൂട്ട് 2E കിട്ടി. ഇനിയുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ചെയിൻ ആണ്. സോ ഇവിടെ 4 കാർബൺ ആണ് വരുന്നത് ആൻഡ് ടോട്ടൽ 8 ഹൈഡ്രജൻസ് വരുന്നുണ്ട്. സോ ഈ ഒരു കോമ്പൗണ്ട് നമുക്ക് പോസിബിൾ ആണ്. പിന്നെ ഇനിയുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് സൈക്ലിക് സ്ട്രക്ചേഴ്സ് ആണ്. സോ നമുക്ക് ആദ്യം സൈക്ലോബ്യൂട്ടൈൻ നോക്കാം. സൈക്ലോബ്യൂട്ടൈൻ്റെ കേസിൽ ഇതേപോലെ C4H8 തന്നെയാണ് ഫോർമുല വരുന്നത്. സോ ഇങ്ങനെ ഒരു സ്ട്രക്ചർ പോസിബിൾ ആണ്. ദെൻ ഫൈനലി നമുക്കൊരു സൈക്ലോപ്രൊപ്പീൻ വരച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതേ ഫോർമുല വരുന്ന കോമ്പൗണ്ടാണ് ഫോം ചെയ്യുന്നത്. സോ ഇത്രയും സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ പോസിബിൾ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ആർ? സോ ഇവിടെ നമുക്കൊരു ഓർഗാനിക് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് റിയേജന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ 6 കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് സ്ട്രക്ചർ വരച്ച് കണ്ടുപിടിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ നടക്കുന്നത് ഇവിടെ ഒസനോളിസിസ് ആണ്. ഈ ഒരു റിയേജന്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു റിഡക്റ്റീവ് ഒസനോളിസിന്റെ റിയേജന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഒസനൈഡ് ഫോം ചെയ്യും. സോ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്കിത് വൈ ഷേപ്പിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഡബിൾ ബോണ്ട് വെച്ച് ആൽഡിഹൈഡ് വന്നു, ആ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്തു. ദെൻ ഇവിടെയും ആൽഡിഹൈഡ് വന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ വരുന്നത് ഒരു ബേസ് ആണല്ലേ. അതേപോലെ നമുക്ക് എന്തുണ്ട്, 2 ആൽഡിഹൈഡ് ഗ്രൂപ്പുകൾ പോസിബിൾ ആയിട്ടുണ്ട്. സോ അടുത്ത സ്റ്റെപ്പിൽ നടക്കുന്നത് ഇൻട്രാമൊളിക്കുലാർ ആൾഡോൾ കണ്ടൻസേഷൻ. വിത്തിൻ ദ മൊളിക്യൂൾ ആൾഡോൾ കണ്ടൻസേഷൻ നടക്കും. സോ ബേസിന്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കും, ഇവിടെയുള്ള ഈ ഒരു മോസ്റ്റ് അസിഡിക് ആയിട്ടുള്ള പ്രോട്ടോണ് റിമൂവ് ചെയ്യും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇങ്ങനെ കാണിക്കാം. സോ ഈ ഒരു പ്രോട്ടോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരും. സോ ഈ ഒരു നെഗറ്റീവ് ചാർജ് വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും. ഓക്കെ, സോ ഇത് ഇങ്ങോട്ടേക്ക് പോകും. ഒരു 5 മെമ്പേർഡ് റിംഗ് ആയിരിക്കും ഫോം ചെയ്യുക. 1 2 3 4 5. സോ അത് നമുക്ക് വരച്ചു നോക്കാം. സോ ഫസ്റ്റ് കാർബണിൽ നമുക്ക് എന്തുണ്ട്, ഒരു CHO ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണ്. ദെൻ ഇവിടെ നമുക്ക് O- വന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്, H+ അയോൺസ് അവൈലബിൾ ആണ്. ഹൈഡ്രോളിസിസ് നമുക്ക് പോസിബിൾ ആണ്, H+ അയോൺസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ തന്നെ
OH എന്നുള്ളത് നമുക്ക് കാണിക്കാം. ഓക്കെ, ഇൻ ദ പ്രസൻസ് ഓഫ് H+. സോ നമുക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതാണ് നമ്മുടെ Q എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് NaBH4 ആണ് വരുന്നത്. NaBH4 നമുക്കറിയാം അതൊരു സെലക്റ്റീവ് റിഡക്ഷൻ ഓഫ് കാർബണൈൽ കോമ്പൗണ്ട്സ്, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിയേജൻ്റ് ആണ്. സോ OH ഇവിടെ വന്നു. ഇനി ഈ ഒരു CHO ഗ്രൂപ്പിനെ ഇവിടെ നിന്ന് എന്ത് ചെയ്തു, CH2OH എന്നുള്ള രീതിയിൽ റിഡക്ഷൻ നടന്ന് ഇങ്ങനെ നമുക്ക് കിട്ടി. പക്ഷേ ഇങ്ങനെ ഒരു സ്ട്രക്ചർ നമ്മുടെ ഓപ്ഷൻസിൽ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാര്യം ചെയ്യാം. ഇവിടെയുള്ള ഈ ഒരു OHഉം ഇവിടെയുള്ള ഈ ഒരു ഹൈഡ്രജനും ഇവിടെ നിന്ന് നമ്മൾ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -H2O എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഒരു ബോണ്ട് ഫോർമേഷൻ പോസിബിൾ ആണ്. ഓക്കെ, ഈ രണ്ട് ആറ്റംസും തമ്മിൽ നമുക്കൊരു ബോണ്ട് കൊടുക്കാം. ദെൻ ഇവിടെ ഫൈനലി നമുക്ക് എന്ത് വരും, CH2OH വരും. സോ ഏതാണ് ഓപ്ഷൻ വരിക, ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഓരോ റിയേജൻറ്റും കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിയാക്ഷൻ ഗിവൺ ബിലോ ഫോളോസ് ദി മെക്കാനിസം. മെക്കാനിസം ഐഡന്റിഫൈ ആണ് വേണ്ടത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ഒരു ബേസ് ആണ് വരുന്നത്. ഈ ബേസ് എന്ന് പറയുന്നത് അത്ര സ്ട്രോങ് ബേസ് അല്ല. ഇനി ഇവിടെ നമുക്ക് ലീവിങ് ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് ഈ ഒരു OMe ഗ്രൂപ്പാണ്. ബട്ട് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് അത്ര നല്ലൊരു ലീവിങ് ഗ്രൂപ്പ് അല്ല. അപ്പം എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു NO2 ഉള്ളത് കൊണ്ട് തന്നെ ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് പ്രസന്റ് ആയിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബേസിന്റെ പ്രസൻസിൽ ഇവിടെ ഡീപ്രോട്ടോണേഷൻ സംഭവിക്കും. അടുത്ത സ്റ്റെപ്പിൽ ഇത് ഇങ്ങോട്ടേക്ക് പോകും. ദെൻ ഈ ഒരു ലീവിങ് ഗ്രൂപ്പ് പുറത്തേക്ക് പോകും. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന പോസിബിൾ അല്ല, കാരണം ഇത് അത്ര നല്ലൊരു ലീവിങ് ഗ്രൂപ്പ് അല്ലാത്തത് കൊണ്ട് തന്നെ. സോ പകരം നമുക്കൊരു കോൺജുഗേറ്റ് ബേസ് ഫോം ചെയ്ത ശേഷം അത് ഡീലോക്കലൈസ് ചെയ്തിട്ട് ആ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ഡീലോക്കലൈസ് ചെയ്തിട്ടാണ് നമുക്ക് ലീവിങ് ഗ്രൂപ്പ് റിമൂവ് ആയിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു ഈവൻ CB മെക്കാനിസം ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ദ കോൺഫിഗറേഷൻസ് ഓഫ് 2 സ്റ്റീരിയോ സെന്റേഴ്സ് ഇൻ ദ കോമ്പൗണ്ട് ഷോൺ ബിലോ. സോ ഇതൊരു ബൈസൈക്ലിക് കോമ്പൗണ്ട് ആണ്. സോ ഇതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്പർ ചെയ്യേണ്ടി വരും. സോ ഫസ്റ്റ് ആറ്റത്തിലും അതേപോലെ ഫോർത്ത് ആറ്റത്തിലാണ് നമുക്ക്, അതായത് നമ്മുടെ RS കോൺഫിഗറേഷൻ അസൈൻ ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ബൈസൈക്ലിക് കോമ്പൗണ്ട് ആകുമ്പോൾ നമ്മൾ ബ്രിഡ്ജ് ഹെഡ് പൊസിഷനിലാണ് നമ്പർ ചെയ്യുക. ഇനി പ്രയോറിറ്റി വൈസ് നമ്മുടെ ഡബിൾ ബോണ്ട് ഓക്ക് ആയിരിക്കും പ്രയോറിറ്റി വരുന്നത്. 1 2 3 4 5 6 ദെൻ 7 ആൻഡ് 8 ഇങ്ങനെയായിരിക്കും നമുക്ക് കോമ്പൗണ്ടിൻ്റെ നമ്പേഴ്സ് വരുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് കാർബണിലുള്ള ഗ്രൂപ്പിൻ്റെ പ്രയോറിറ്റി അസൈൻ ചെയ്യാം. ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് CH3 ഗ്രൂപ്പാണ്. അതൊരു ഡാഷ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കാർബണിൽ നമുക്ക് 2 ഹൈഡ്രജൻസ് ആണ് വരുന്നത്. ദെൻ ഈ ഒരു കാർബണിൽ ഒരു ഹൈഡ്രജൻ ആണ് വരുന്നത്. ദെൻ ഒരു ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു കാർബണിൽ നമുക്ക് എന്താണ് വരുന്നത്, ഡബിൾ ബോണ്ട് O ആണ് വരുന്നത്. സോ ഒബ്വിയസ്ലി ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത് ഈ ഒരു ഗ്രൂപ്പിനായിരിക്കും. ദെൻ നമ്മൾ സെക്കൻഡ് പ്രയോറിറ്റി നോക്കുന്ന സമയത്ത് ഈ ഒരു ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ സെക്കൻഡ് പ്രയോറിറ്റി വരുന്നത് ഈ ഒരു ഗ്രൂപ്പിനായിരിക്കും. ദെൻ തേർഡ് പ്രയോറിറ്റി വരുന്നത് ഈ ഒരു ഗ്രൂപ്പിനാണ്. ദെൻ ഫൈനലി ഇവിടെ നമുക്ക് ഈ ഒരു കാർബണിൽ 3 ഹൈഡ്രജൻ ആണ് വരുന്നത്. വേറെ കാർബൺസ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫോർത്ത് പ്രയോറിറ്റി വരുന്നത് ഈ ഒരു ഗ്രൂപ്പിനായിരിക്കും. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് 1 2 3 സോ 6 ആണ് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ് സംഭവിക്കുക. കാരണം ഇവിടെയുള്ള ഈ ഫോർത്ത് പ്രയോറിറ്റി വരുന്ന ഗ്രൂപ്പ് ഡാഷിൽ വരുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് കാർബണിൻ്റെ കേസിൽ 6 ആണ് നമ്മുടെ കോൺഫിഗറേഷൻ വരുന്നത്. ഇനി സെക്കൻഡിൻ്റെ കേസിൽ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഇത് ഓൾറെഡി നമുക്ക് ഇവിടെ വെച്ചിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഡാഷിലായിരിക്കും. ഇനി നമ്മൾ പ്രയോറിറ്റി അസൈൻ ചെയ്യുന്ന സമയത്ത് ഈ കാർബണാറ്റവും ഇത് മൂന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡബിൾ ബോണ്ടഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ് വരുന്നത്, ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. ദെൻ സെക്കൻഡ് പ്രയോറിറ്റി വരുന്നത് ഇവിടെയുള്ള ഈ ഒരു കാർബണിനായിരിക്കും. കാരണം ഇവിടെ നമുക്കൊരു ഡബിൾ ബോണ്ട് O ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പിനാണ് നമ്മൾ സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ദെൻ തേർഡ് പ്രയോറിറ്റി വരുന്നത് ഈ ഒരു ഗ്രൂപ്പിനായിരിക്കും തേർഡ് പ്രയോറിറ്റി വരുന്നത്. സോ നമ്മൾ 1 2 3 എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെയാണ് പോകുന്നത്. അതായത് S ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് 4S എന്ന് വരും. സോ 1R അതേപോലെ 4S. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, ഇൻ ദ മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ ഓഫ് trans 3 tertiary butyl cyclohexanol
The substituents at carbon 1 and carbon 3 respectively are. സോ സൈക്ലോഹെക്സനോൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെയർ ഫോം ആയിരിക്കണം വരയ്ക്കേണ്ടത്. സോ നമ്മൾ അതിൻ്റെ ചെയർ ഫോം വരച്ചു. ഇനി ട്രാൻസ് 3 ടേഴ്ഷ്യറി ബ്യൂട്ടൈൽ സൈക്ലോഹെക്സനോൾ. സോ ആദ്യം തന്നെ നമ്മൾ നോർമലി വരക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. സോ സൈക്ലോഹെക്സനോൾ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, OH നമുക്ക് കൊടുക്കാം. ദെൻ ഇതിൻ്റെ ഒരു തേർഡ് പൊസിഷനിൽ ട്രാൻസ് ആയിട്ട്, അതായത് ഈ ഒരു OHൻ്റെ ട്രാൻസ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡാഷിൽ നമുക്ക് വരക്കേണ്ടി വരും. അവിടെ ഒരു ടേഴ്ഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചർ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും സ്റ്റേബിൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഈ OH ആക്സിയൽ പൊസിഷനിൽ വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. സോ ഇതൊരു ആക്സിയൽ പൊസിഷനിൽ ഇവിടെ നമുക്കിത് സ്റ്റേബിൾ ആണ്. സോ 1, 2 and 3. സോ ഇത് അപ്പ് ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് നമ്മളിത് വെഡ്ജാണല്ലോ, അതുകൊണ്ടാണ് നമ്മളിത് അപ്പ് ഡയറക്ഷനിൽ വരച്ചിരിക്കുന്നത്. ദെൻ ഇവിടെ ആണെങ്കിലോ ഇത് ട്രാൻസ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തായിട്ട് കാണിക്കാം, ഡൗൺ ആയിട്ട് കാണിക്കാം. സോ TBU. സോ എന്ത് വരും, നമ്മുടെ ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് വരുന്നത് ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആക്സിയൽ പൊസിഷനിലാണ് വരുന്നത്. സോ ഫസ്റ്റ് ഗ്രൂപ്പ് ആക്സിയലിലായിരിക്കും. C1 കാർബൺ 1 എന്ന് പറയുന്നത് ആക്സിയലും കാർബൺ 3 എന്ന് പറയുന്നത് ഇക്വറ്റോറിയലും ആയിരിക്കും. സോ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് വരും വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക്